ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രൂരന്മാരായ ഒരുപാട് രാജാക്കന്മാർ ഈ പ്രപഞ്ചത്തെ ഭരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരെല്ലാവരും സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മോഹിച്ച രാജാക്കന്മാരായിരുന്നു. അവർക്കു തടസ്സമായി നിന്നവരെ അവർ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ലോകത്തുടനീളം അനീതിയും അക്രമവും കളിയാടി. എവിടെ നോക്കിയാലും വേദനകളും പീഡനങ്ങളും മാത്രം. ഭൂമിദേവി ബ്രഹ്മാവിന്റെ സഹായം തേടി. ഭഗവാന്റെ അധികാരത്തിന്റെ കീഴിൽ ഒരു ലോകം സൃഷ്ടിക്കാൻ അവർ ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളുടെ ചുമതലയേറ്റിരുന്ന ദേവന്മാർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോടൊത്ത് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തോട് അപേക്ഷിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ഭൂമിയിൽ അവതരിക്കുവാനുള്ള സമയമായി. നന്മയെ സംരക്ഷിക്കുവാനും തിന്മയെ നശിപ്പിക്കുവാനും. വിഷമിക്കേണ്ട, നിങ്ങളുടെ ഭാരത്തെ ഞാൻ അകറ്റുന്നതായിരിക്കും. കൃഷ്ണ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഹംസയെ മാതാവിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ എനിക്കിന്ന് കഴിഞ്ഞില്ല. ഇവള് പാല് മുഴുവൻ കുടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യരുത് ഹംസി. നീ എന്റെ കൃഷ്ണനെ കുഴപ്പത്തിലാക്കരുത്. ശ്രദ്ധിക്കണേ കൃഷ്ണ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും സന്ധ്യയാകും വരെ. കൃഷ്ണ, കൃഷ്ണ, ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്ക്. അമ്മ ഇത് എന്റെ സഞ്ചിയിൽ വെച്ചില്ലല്ലേ? അല്ല അല്ല, നിനക്ക് വേണ്ടിയല്ല മധു. ഞാൻ പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ഈ രസഗുളകൾ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് കൃഷ്ണൻ മാത്രമേ തിന്നാവൂ. വേഗം പോ, നിനക്കുള്ളത് രാവിലെ തന്നെ തന്നിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഓ കോമള, നീ കുറച്ച് മധുവനം കൊടുക്ക്. അത് ശരിയാണ്, അവരെ പറഞ്ഞത് കേട്ടോ? ഓ എന്റെ സുന്ദരനായ കുട്ടി, ഞാൻ നിനക്കൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടമാവും. നല്ല മൃദുലമുള്ളതാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. കൃഷ്ണ, എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, ഞാൻ നിനക്ക് മതി മതി, ഇന്നത്തേക്ക് വേണ്ടതെല്ലാം ആയില്ലേ കൃഷ്ണ? ഇനി പോയിക്കോളൂ. പലഹാരം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണേ കൃഷ്ണ. ആവട്ടെ മാതാവേ. എല്ലാവരും എന്നോട് ദയ കാണിക്കുന്നു. മധുര പലഹാരങ്ങൾക്ക് നന്ദി. യശോദേ, നിന്റെ മകനൊരു പ്രത്യേക കഴിവുണ്ട്. അത് കണ്ടില്ലേ? അവന്റെ ഓടക്കുഴൽ നാദം കേട്ട് മറ്റു കുട്ടികളെല്ലാം നൃത്തം ചെയ്യുന്നു. രാവിലെ അവന്റെ മുഖം കാണാൻ എന്ത് രസമാ! താമര പോലുള്ള കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയും ദിവസം മുഴുവൻ മനസ്സിലുണ്ടാവും. ചമ്പ പറഞ്ഞത് ശരിയാണ്. ഓ യശോദേ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലും മറന്നു പോകുന്നു. എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം. നീ ഭാഗ്യവതിയാണ് യശോദേ. കണ്ണൻ എന്റെ മകനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കും അങ്ങനെയാ. ബ്രഹ്മാവേ, ഞാൻ കണ്ടതെല്ലാം അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഈ ബാലകൻ കൃഷ്ണൻ അതീവ ശക്തിയുള്ള ഒരുവനായിരിക്കും. ഭാനോൻ, സൃഷ്ടി എന്ന പ്രവർത്തനം നടത്തുക എന്നതാണ് എന്റെ കടമ. എനിക്കുപരിയായ ശക്തി ലോകൈകനാഥനായ വിഷ്ണുവാണ്. തന്റെ വൈകുണ്ഠത്തിലെ വാസം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വൃന്ദാവനമെന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുകയില്ല. എന്നോട് ക്ഷമിക്കണം ബ്രഹ്മദേവ. എന്നാൽ പ്രകൃതിയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ കഴിവുള്ള മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുമോ? ഇന്ന് രാവിലെയാണ് അവൻ ഭീകരനായ അകാസുരനെ കൊന്നത്. ആ, അത് സത്യമാണോ? ഞാൻ അതിശയിക്കുന്നില്ല ഭാനു. ലോകൈകനാഥനായ ഭഗവാനെ കുറിച്ച് എനിക്കറിയാത്തതായി ഒന്നുമില്ല. ഉത്തരവാദിത്വമുള്ള ഒരു സേവകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അതിശയകരങ്ങളായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്ഭുത ശക്തിയുള്ള ഒരു മായാജാലക്കാരന്റെ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, അതാരാണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. നിഷ്കളങ്കരായ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതിന് മുൻപ്. ശരിയാണ് ബ്രഹ്മാവേ. ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവൻ താമസിക്കുന്ന വൃന്ദാവനം എന്ന ഗ്രാമത്തിലേക്ക്. നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം ഭാനു. തീർച്ചയായും ബ്രഹ്മാവേ.
കൂട്ടുകാരെ. എന്നെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ നിങ്ങളെ കാണുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു. വൃന്ദാവനത്തിലെ കാടിനേക്കാൾ മനോഹരമായി മറ്റൊരു സ്ഥലമില്ല. എനിക്കും ഈ കാട് ഇഷ്ടമാണ് കൃഷ്ണ. നമുക്ക് ഇവിടെ എത്തുമ്പോൾ വിശപ്പ് തോന്നുമല്ലേ? പഴത്തിനൊരു അവസാനമുണ്ടായി. കുരങ്ങനും അത്യതിയായ ബാലനും. ബ്രഹ്മാവേ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ബാലനുള്ളത്. വളരെ മനോഹരമായ വനപ്രദേശം. ഇവിടെയാണോ ആ മായാശക്തി ഉള്ളത്? ഈ ബാലൻ എങ്ങനെയുള്ള മായാശക്തിയാണ് ഉപയോഗിക്കുന്നത്? ഇത് പ്രവർത്തിക്കാനുള്ള വിദ്യ. ഇന്ന് രാവിലെയാണ് അവൻ ഈ പെരുമ്പാമ്പിനെ കൊന്നത്. എങ്ങനെയാണ്? ഭാനു. ഓ ഭാനു, നീ എന്തിനാണ് ഇങ്ങനെ അമ്പരക്കുന്നത്? എനിക്കൊരാശയം തോന്നുന്നു. പറഞ്ഞാലും ബ്രഹ്മദേവ, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരിടേണ്ടത് സമർത്ഥനായ മായക്കാരനെയാണെന്ന്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിനക്കറിയില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവായ എനിക്ക് ഒരു ചെറിയ ബാലന്റെ മാന്ത്രിക ശക്തി കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അടുത്തേക്ക് വാ. ഇത് തന്നെയാ ഹംസി. വേഗം തിന്നോ. ഒരു ദിവസം നീയും ഒരു വലിയ പശുവാവും. എന്നിട്ട് കൃഷ്ണനും ബലരാമനും മധുരമുള്ള നിറയെ പാല് കൊടുക്കണം. ഹേയ്, നിൽക്ക്. ഹംസി, കിടാവേ, നീ എവിടെയാണ്? Krishna, I have the best samosas today. There's enough for you too. ഹേയ് കൃഷ്ണ, എന്റെ അമ്മ കൊടുത്തയച്ച നല്ല മധുരമുള്ള രസഗുള കണ്ടോ നീ? കുറച്ചെടുത്ത് കഴിക്കാം. My mother sent me lovely little kachoris. She told me to share them with you. എന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് കണ്ടോ? ഇതിനകത്ത് രുചിയുള്ളതും മധുരവുമായ മാമ്പഴ പായസമുണ്ട്. മാതാവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. കൃഷ്ണ, കൃഷ്ണ, ഹംസകിടാവിനെ കാണുന്നില്ല. ഞാൻ അവളെ എല്ലായിടത്തും നോക്കി. വാ സുബല, ഇരിക്ക്. നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അവരെ ഞാൻ കണ്ടുപിടിക്കാം സുബല. അവര് കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. നീ എവിടെ ഇരുന്ന് ഇത് കഴിക്ക്. എല്ലാവരും എവിടെ ഇരിക്ക്. ഞാൻ പശുക്കളെ കൊണ്ടുവരാം. കണ്ടോ, മഴ പെയ്യുന്നു. പൊടി. കൃഷ്ണ, വല്ലാത്ത ക്ഷീണം. പശുക്കളെ എവിടെയും കാണുന്നില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം.
ആ? മധു, ശ്രീത, ചാരു, സുബല, എല്ലാവരും എവിടെയാണ്? ആ? ആരാണ് ഈ വികൃതി കാണിച്ചത്? ആ, അപ്പോൾ അങ്ങാണല്ലേ ബ്രഹ്മാവ് എന്നോട് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഭൂമിയിൽ വന്നത്. എന്നിട്ടിപ്പോൾ താങ്കളും അതിശയിച്ചിരിക്കുകയാണ്. സുഫല, മധു, നിങ്ങൾ എന്റെ മകനെ കണ്ടുവോ? കൃഷ്ണനും മറ്റു കുട്ടികളും തിരിച്ചെത്തിയില്ല. അവരെപ്പോഴോ തിരിച്ചെത്തേണ്ടതായിരുന്നല്ലോ. നേരെ സന്ധ്യയായി. അമ്മമാരെല്ലാം അവരുടെ മക്കളെ കാത്തിരിക്കുകയാണ്. ഞാൻ ഈ കൗശലത്തിന് കൂട്ടു നിൽക്കില്ല ബ്രഹ്മാവേ. ഈ അമ്മമാർ വേദനിക്കാൻ പാടില്ല. വൃന്ദാവനത്തിലെ ഈ അമ്മമാർ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവരുടെ മകനാകണമെന്ന് ആഗ്രഹിക്കുന്നു. പശുക്കളും കിടാവിനേക്കാൾ എന്നെയാണ് കൂടുതലായി സ്നേഹിക്കുന്നത്. ആരെയും നിരാശപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവരാഗ്രഹിക്കുന്നത് ഞാൻ അവർക്ക് കൊടുത്തേ തീരൂ. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. വരൂ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അതാ അവൻ വരുന്നുണ്ട്. എന്തൊരു കാന്തിയാണ് അവന്റെ മുഖത്ത്. മധു, എന്റെ മകൻ മധു കൃഷ്ണനെ പോലെ സുന്ദരനായിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ മകൻ സുബലയും. യശോദേ, അവർക്കൊക്കെ എന്തൊരു ശോഭയാണ്. ഇന്ന് അവരെ കാണുമ്പോൾ എന്തൊരു പ്രത്യേകതയാണ്. എല്ലാവരും കൃഷ്ണനെ പോലെയുണ്ട്. ശരിയാണ്, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ കാണാതായ തന്റെ കൂട്ടുകാരുടെ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ദൃശ്യനായി. ദിവസങ്ങൾ സന്തോഷത്തോടുകൂടി കടന്നുപോയി. അതുപോലെ ഋതുക്കളും. ഇക്കാലം അത്രയും ബ്രഹ്മാവ് പശുക്കളെയും ബാലകന്മാരെയും മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു വെച്ചപ്പോൾ കൃഷ്ണൻ വൃന്ദാവനത്തിലെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. വൃന്ദാവനത്തിലെ പശുക്കൾ കിടാങ്ങൾക്ക് പാല് കൊടുക്കാൻ കാത്തിരുന്നു. ഗ്രാമവാസികൾ അവരുടെ ഐശ്വര്യത്തിനുള്ള കാരണം അറിഞ്ഞിരുന്നില്ല. സത്യം ഇതായിരുന്നു: ഓരോ വീട്ടിലും കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഓരോ തൊഴുത്തിലും ഉണ്ടായിരുന്നു. എല്ലായിടത്തിലും കൃഷ്ണൻ നിറഞ്ഞു നിന്നു. യശോദ, ഈയിടെയായി വൃന്ദാവനത്തിൽ സന്തോഷം കളിയാടുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് വളരെ ശരിയാണ് രാജൻ. പരാതികളൊന്നും ഇപ്പൊ കേൾക്കാറേയില്ല. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്നു. അതുപോലെ പശുക്കിടാങ്ങൾ. പശുവിൽ നിന്നും കിടാങ്ങളെ അകറ്റാൻ പാൽക്കാരൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. കിടാവിനോടുള്ള പശുവിന്റെ സ്നേഹം അധികമായിക്കൊണ്ടിരിക്കുന്നു. മക്കളെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് അമ്മമാരുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട് രാജൻ. കൃഷ്ണനെ കാണുമ്പോൾ എനിക്കുള്ള അതേ സ്നേഹം. കൃഷ്ണനെ കാണുമ്പോൾ എന്ത് മായയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുതന്നെയാണ് മറ്റുള്ള അമ്മമാർക്കും സംഭവിക്കുന്നത്. ശരിയാണ്, മായാജാലം. അത് തന്നെയാണ് വൃന്ദാവനത്തിനും സംഭവിച്ചിരിക്കുന്നത്. ഒരു മായാജാലം. ആ? ഓ കൃഷ്ണ,
എനിക്കറിയാം ഇത് നീയാണെന്ന്. ഓ ഭഗവാനെ, ഞാനൊരു ധർമ്മസങ്കടത്തിലാണല്ലോ പെട്ടിരിക്കുന്നത്. ഞാൻ ഭൂമിയിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. വൃന്ദാവനത്തിലേക്ക് ചെന്ന് പശുക്കളെയും കൂട്ടുകാരെയും നഷ്ടപ്പെട്ട കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? പശുക്കളും ബാലകരും മേഘങ്ങളിൽ കിടന്നുറങ്ങുകയല്ലേ? എല്ലാവരും സ്വപ്നലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് അവർ ഇവിടെ വന്നത്? കൃഷ്ണനോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണിത്? എങ്ങനെയാണ് എന്റെ ഭഗവാൻ വിഷ്ണു ഇവിടെ? ഞാനാണ് ബ്രഹ്മാവ്. പിന്നെ ഈ ബ്രഹ്മാവുകളെല്ലാം എവിടുന്ന് വന്നു? എന്താണ് സംഭവിക്കുന്നത്? ഓ എന്റെ ഭഗവാനെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓ എന്റെ ഭഗവാനെ, ഭഗവാനെ, എന്റെ ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എനിക്ക് മാപ്പ് തന്നാലും ഭഗവാനെ. ചതുർമുഖ ബ്രഹ്മാവേ, സംശയം തീർക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വാക്ക് നൽകിയിരുന്നു. കഷ്ടം, താങ്കളെ പോലെ ശക്തിമാനായ ഒരാളും കൂടി മായ വലയകപ്പെട്ടിരിക്കുന്നു. താങ്കൾ സത്യം എന്താണെന്നത് മറന്നിരിക്കുന്നു. താങ്കൾ എന്റെ ഭക്തനാണെന്ന് എനിക്കറിയാം. താങ്കൾക്ക് എന്നോട് അസൂയയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ ഈ നാടകമെല്ലാം കാണിച്ചത് താങ്കളെ സത്യം എന്താണെന്ന് അറിയിക്കാനാണ്. ബ്രഹ്മാവേ, ഞാൻ ഇവിടെ ബ്രഹ്മാവിന്റെ പല രൂപങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് താങ്കളെ കുറിച്ചുള്ള സത്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ആയിരക്കണക്കിന് പ്രപഞ്ചങ്ങളിൽ താങ്കൾ ഒരേയൊരു ബ്രഹ്മാവ് മാത്രമാണ്. താങ്കളുടേതിനേക്കാൾ വലിയ പ്രപഞ്ചമുണ്ട്. താങ്കളെക്കാൾ വലിയ ബ്രഹ്മദേവന്മാരുമുണ്ട്. കാര്യങ്ങൾ താങ്കൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ്, അതുപോലെ കുഴപ്പം നിറഞ്ഞതും. എന്റെ ഭഗവാനെ, ഞാൻ അങ്ങയുടെ മുന്നിൽ വെറുമൊരു കീടം മാത്രമാണ്. കീടം. അങ്ങയുടെ അറിവ് 1000 സൂര്യനേക്കാൾ വലുതാണ്. പക്ഷേ വൃന്ദാവനത്തിലെ അങ്ങയുടെ സാധാരണ മനുഷ്യരായ കൂട്ടുകാർ അങ്ങയുടെ മാസ്മരിക ശക്തിയിൽ അത്ഭുതപ്പെടാത്തത് എന്താണ്? ഒരു ഓമന ബാലകനായിട്ടാണ് അവർ അങ്ങയെ കാണുന്നത് ഭഗവാനെ. അവരുടെ സ്നേഹം പരിശുദ്ധവും ആത്മാർത്ഥവുമാണ്. ഞാൻ എന്തു തന്നെ ചെയ്താലും, ചെറുതായാലും വലുതായാലും, അവരെന്നെ അതിയായി സ്നേഹിക്കുന്നു. വെറും വേദങ്ങളും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് മാത്രം എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നെ മനസ്സിലാക്കുവാനായി വെറും സ്നേഹവും ഭക്തിയും മാത്രം മതി. ഓ കൃഷ്ണ, ഈ പ്രപഞ്ചത്തിന്റെ നായക, ഓ ഭഗവാനെ, എന്റെ അറിവില്ലായ്മ ദയവായി പൊറുക്കണം. അങ്ങ് സ്വന്തം വിശ്വരൂപം എനിക്ക് കാണിച്ചു തന്നു. അങ്ങയുടെ ഈ കരുണ ഞാൻ ഒരിക്കലും മറക്കില്ല ഭഗവാനെ. പശുക്കളോടും കുട്ടികളോടുമൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ ബാലരൂപത്തെ എന്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കുന്നതാണ്. ഞാൻ ലജ്ജിക്കുന്നു ഇത്രയും വലിയൊരു വിഡ്ഢിത്തം കാണിച്ചതോർത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്ര നേരമാണ് ഈ കിടന്നുറങ്ങുന്നത്? വീട്ടിലേക്ക് പോകണ്ടേ? കൃഷ്ണ, ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഞാനും കണ്ടു. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോ അങ്ങനെ പലതും കാണും. ഞാൻ വർഷം മുഴുവൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. അതെ,
ചിലപ്പോൾ സമയം പോകുന്നതറിയാൻ വളരെ പ്രയാസമായിരിക്കും. ഏ കൃഷ്ണ, എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ മായാജാലം കാണിച്ചത്? എന്റെ മാതാവേ, എന്താണ് ഈ പറയുന്നത്? മായയോ? ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, മാന്ത്രികനല്ല.